അസർ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. അസർ, ഇതിപ്പോൾ ന്യൂസിലൻഡ് ടീമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കുക. 4 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ടീമിൽ വരുത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ സാന്റ്നർ. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും പരമ്പര നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരു ജയം കൂടി ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. കാരണം ഉറ്റുനോക്കുന്നത് വേൾഡ് കപ്പ് ആണല്ലോ, അപ്പോൾ അതിനായുള്ളൊരു തയ്യാറെടുപ്പ് ഗെയിം എന്ന രീതിയിൽ കൂടി ഈ മത്സരം മാറിയിട്ടുണ്ടല്ലേ? തീർച്ചയായും പ്രജിൻ, അതായത് വേൾഡ് കപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു സീരിയസ് പരമ്പര നഷ്ടപ്പെട്ട ഒരു ടീമാണ് ന്യൂസിലാൻഡ്. എങ്കിൽ കൂടി അടുത്തൊരു വേൾഡ് കപ്പ് മത്സരം നടക്കാൻ പോകുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. ഈ പിച്ചുകളിൽ ഈ ടീമിലുള്ള അല്ലെങ്കിൽ T20 സ്ക്വാഡിലുള്ള താരങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ തരത്തിൽ അവർക്ക് പന്തെറിയാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വേൾഡ് കപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ടൂർണമെൻ്റാണ്, അതിലെ തന്നെ അവസാന മത്സരമാണ്. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ ഈ താരങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, തങ്ങളുടെ സ്ക്വാഡിലുണ്ടായിരുന്ന മുഴുവൻ താരങ്ങൾക്കും ഓരോ മത്സരത്തിൽ അവസരം കൊടുക്കുക, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് അവസാന മത്സരത്തിലേക്ക് വരുമ്പോൾ 4 മാറ്റങ്ങളോടുകൂടി ന്യൂസിലാൻഡ് ടീം കളിക്കാൻ ഇറങ്ങുന്നത്. പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യകുമാർ യാദവ് T20 ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇത് 4ാം തവണയാണ് ആദ്യമായി ടോസ് ലഭിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ നേരത്തെ കളിച്ച 3 മത്സരങ്ങളിലും സൂര്യകുമാർ യാദവിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു കണക്കാണ്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ഈ കാര്യവട്ടത്തുള്ള കളികളിൽ ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കമുണ്ട്. ഇന്നത്തെ മത്സരം ജയിക്കാനായാൽ ഇന്ത്യയുടെ മറ്റൊരു വിജയ ഗ്രൗണ്ടായി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഗ്രൗണ്ടായി കൂടി കാര്യവട്ടം മാറും. യെസ്, അത് തന്നെയാണ്. എന്തായാലും സൂര്യകുമാർ യാദവ് ടോസിനിടെ ശേഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അക്സറും ഒപ്പം തന്നെ ഇഷാൻ കിഷനും തിരികെ ടീമിലേക്ക് വരുന്നു. പക്ഷേ ആഫ്റ്റർ ഓൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ട്രിവാൻഡ്രം സഞ്ജു സാംസൺ ഈസ് പ്ലേയിങ് ടുനൈറ്റ് എന്ന കാര്യം സൂചിപ്പിച്ചായിരുന്നു, എടുത്തു പറഞ്ഞാണ് സൂര്യകുമാർ യാദവ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. കാത്തിരിക്കാം, സഞ്ജുവിന്റെ വെടിക്കെട്ട് ആ ഗ്രൗണ്ടിൽ ഇന്നുണ്ടാകും. നമ്മൾ നല്ല മത്സരം കാണാൻ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.